ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് സ്കൂളൊന്നുമില്ല, പക്ഷേ കുറച്ച് നേരത്തെ എന്നും എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റ് വിളക്ക് വയ്ക്കലും കുളിക്കലും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ട് അരിയും കൂടി ഇട്ടു. അപ്പോൾ ഇന്നൊന്ന് കാവിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റത് കൊണ്ട് ഞാൻ ചോറും കൂടി വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ചുക്കുവെള്ളപ്പൊടി ഇട്ടിട്ട് ചുക്കുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ചുക്കും കൂടി ഇട്ടു കേട്ടോ. ആ ചുക്കിൻ്റെ മണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് നൂൽപുട്ടും കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറുമയ്ക്കുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് പിന്നെ പച്ചമുളകും ഇഞ്ചി ചതച്ചതും ഇട്ട് കുരുമുളക് പൊടിയും പിന്നെ ഉപ്പിട്ടിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചുക്കുവെള്ളം കുറച്ച് ഞാൻ ആദ്യം വെച്ച് വെച്ചിട്ടുണ്ട്. അത് മോൾക്ക് ട്യൂഷന് പോകുമ്പോഴേക്കും അത് ചൂടൊക്കെ ആറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ അത് ജഗ്ഗിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ ആ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട തേങ്ങ അരയ്ക്കാൻ കേട്ടോ. തേങ്ങയും പിന്നെ ഒരു 3-4 കശുവണ്ടിയും ജീരകമൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അത് അരച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ നൂൽപുട്ടിനുള്ള മാവും കൂടിയും കുഴച്ച് വെച്ചു കേട്ടോ. അങ്ങനെ നൂൽപുട്ടൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറ്റിയിട്ട് അപ്പോഴേക്ക് ബസ് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ മോള് ട്യൂഷന് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കാവിലേക്ക് പോവുകയാണ്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു പോകായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പാടത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ. നല്ല പോലെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. കുട്ടികൾ വേഗം പോണത് അതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ശിവക്ഷേത്രത്തേക്കാണ്. അപ്പോൾ അവിടെ തൊഴുത് ഇറങ്ങിയിട്ട് ഇവൾ മുന്നിൽ വന്നതാണ് കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ തൊഴുത് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോണത് പനംകുരിശിക്കാവിലേക്കാണ്. അപ്പോൾ ചില്ലീശ്വരത്ത് തൊഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ പനംകുരിശിക്കാവിലും കൂടി തൊഴുതിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ നിറയെ പൂക്കളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെയും കൂടി തൊഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കിൽ ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറി തൊഴുകാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് സ്കൂളില്ലാത്തപ്പോഴും നമുക്ക് എല്ലാ സാഹചര്യവും ഒത്തു വരുമ്പോഴല്ലേ അമ്പലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയും കൂടി തൊഴുത് ഇറങ്ങിയപ്പോഴേക്ക് സമയം ഒരു 9:30-9:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് കുട്ടികൾക്കൊക്കെ നല്ല പോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ വെറും ചായ മാത്രം കുടിച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേഗം ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ആദ്യം ഒന്ന് ചായ കുടിച്ചു കേട്ടോ. ചായ നൂൽപുട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പാത്രം ഉണ്ടാകുന്നതൊക്കെ കഴുകി വെച്ചു. പിന്നെ കുറച്ച് രാമായണം കൂടി വായിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി കുറച്ച് കഷ്ണം കൊണ്ട് മോര് കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അവിയലായി കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഒരു വാഴൻ്റെലേക്ക് വെച്ചിട്ടാണ് അടച്ച് വെച്ചിട്ടുള്ളത്. നല്ല മണം ഉണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് കാളം കുറുക്കിയത് ഉണ്ടാക്കാനൊരാഗ്രഹം, അതും ഉണ്ടാക്കി. പിന്നെ നല്ല മോര് കറി ഉണ്ടാക്കി. പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചോറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ കറികളുണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമ കാണാൻ വേണ്ടി TV ഒക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു പഴയ സിനിമയായിരുന്നു. പഴയ സിനിമ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കാണുന്നു കേട്ടോ. കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ ചെയ്തത്. അവർക്കൊന്നും പഴയ സിനിമ ഇഷ്ടമല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.